മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസ് ഹൗസിൽ ഇന്നൊരു BB അവാർഡ് ഷോ നടക്കുകയാണ്. ഈ അവാർഡ് നിശയിൽ 17 അവാർഡുകളാണ് കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ സങ്കടകരമായ ഒരു കാര്യം, ഈ 15 കണ്ടസ്റ്റൻസിൽ 13 പേർക്കും അവാർഡുകളുണ്ട്. എന്തെങ്കിലുമായി അവാർഡുകളുണ്ട്. അവാർഡുകൾ ഒന്നും ലഭിക്കാത്ത 2 വ്യക്തികളാണ് അഭിലാഷും നൂറയും. അതുകൊണ്ട് തന്നെ ഈ BB അവാർഡ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് അഭിലാഷും നൂറയുമാണ്. അങ്ങനെ ആദ്യത്തെ കാറ്റഗറി പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന വ്യക്തി ആരായിരിക്കുമെന്നാണ്. അതിന് അവാർഡ് ലഭിച്ചത് നമ്മുടെ നെവീനായിരുന്നു. രണ്ടാമത്തെ അവാർഡ് പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ലാത്ത വ്യക്തി. ആ അവാർഡ് ലഭിച്ചത് നമ്മുടെ ലക്ഷ്മിക്കായിരുന്നു. മൂന്നാമത്തെ കാറ്റഗറി ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ഓഫറുകൾ കിട്ടാൻ സാധ്യതയുള്ള വ്യക്തി. അതിനായി എല്ലാവരും തിരഞ്ഞെടുത്തത് നമ്മുടെ അനുമോളയായിരുന്നു. അടുത്ത കാറ്റഗറി വരുന്നത് ആരും ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ. ഇതിലേക്ക് 3 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്: അനീഷ്, ഷാനവാസ്, അക്ബർ. അഞ്ചാമത്തെ അവാർഡ് നാട്ടുകാർ ചൂലുമായി വരവേൽക്കാൻ സാധ്യതയുള്ള വ്യക്തി. ഈ അവാർഡ് ലഭിച്ചത് ലക്ഷ്മിക്കാണ്. ആറാമത്തെ കാറ്റഗറി പ്രൊപ്പോസലുകളുടെ അതിപ്രസരത്തിൽ മുങ്ങിത്താഴാൻ സാധ്യതയുള്ള വ്യക്തി. ഈ അവാർഡ് ലഭിച്ചത് സാബുമാനായിരുന്നു. ഈ കാര്യത്തിൽ നമ്മുടെ ആര്യന് നല്ല സങ്കടമുണ്ടായിരുന്നു. ഈ കാറ്റഗറിയിൽ ആര്യന് സമ്മാനം കിട്ടുമെന്നാണ് ആര്യൻ കരുതിയിരുന്നത്. അടുത്തൊരു കാറ്റഗറി പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി. ഇതിലേക്ക് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് നമ്മുടെ ഷാനവാസിനെയായിരുന്നു. ഈ അവാർഡ് ഷാനവാസിന് കൈമാറുന്ന സമയത്ത് അഭിലാഷ് ഷാനവാസിനെ ഒന്ന് ട്രോളിയായിരുന്നു. ഷാനവാസിന് തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി ഞാനൊരു ഡബിൾ മുണ്ട് വാങ്ങി തരാമെന്നൊക്കെ. നമ്മുടെ ഷാനവാസ് ആരാമോൻ തിരിച്ചും ട്രോളി. എനിക്ക് ഈ അവാർഡ് കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അഭിലാഷാണെന്നാണ് ഷാനവാസ് പറഞ്ഞത്. എട്ടാമത്തെ അവാർഡ് ഒരു BB ട്രെയിനിങ് അക്കാദമി തുടങ്ങാൻ സാധ്യതയുള്ള വ്യക്തി. അതിലേക്ക് എല്ലാവരും തിരഞ്ഞെടുത്തത് അനീഷിനെയായിരുന്നു. ഒമ്പതാമത്തെ കാറ്റഗറി ഫാഷൻ ഐക്കനായി വാഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി. ഇത് ആർക്കും ഒരു സംശയമില്ലാത്ത കാറ്റഗറിയാണ്. ജിസൈലിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പത്താമത്തത് ട്രെൻഡ് സെക്ടർ ഓഫ് ബിഗ് ബോസ്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നെവീനാണ്. നെവീൻ അങ്ങനെ രണ്ടാമത്തെ അവാർഡാണ് ഇന്ന് ലഭിക്കുന്നത്. 11ാമത്തെ അവാർഡ് ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ്സ്. അതും ആർക്കും ഒരു സംശയമില്ല, ഷാനവാസ് തന്നെയാണ്. 12ാമത്തെ അവാർഡ് പുറത്തിറങ്ങിയാൽ ഒരു ലോൺ പോലും കിട്ടില്ലാത്ത വ്യക്തി. അതിലേക്ക് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ജിഷിനെയായിരുന്നു. അടുത്ത കാറ്റഗറി പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി. എല്ലാവരും തിരഞ്ഞെടുത്തത് അനുമോളയാണ്. അടുത്ത കാറ്റഗറി ഷോ തീരുന്ന ദിവസം ഗേറ്റിന് മുമ്പിൽ ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി. ഇതിലേക്ക് എല്ലാവരും തിരഞ്ഞെടുത്തത് നമ്മുടെ അനീഷിനെ തന്നെയാണ്. നെക്സ്റ്റ് കാറ്റഗറി ഈ അവാർഡിന് ശേഷം ഒരു അവാർഡും ലഭിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തി. ഇതിലേക്ക് 5 പേരെയാണ് തിരഞ്ഞെടുത്തത്: ഒനിൽ, ബിന്നി, ആര്യൻ, ആദില, അനീഷ്. അടുത്ത അവാർഡ് ബിഗ് ബോസിൻ്റെ അടുത്ത സീസണിൽ ക്രിയേറ്റീവ് ഹെഡാവാൻ സാധ്യതയുള്ള വ്യക്തി. അതിലേക്ക് എല്ലാവരും തിരഞ്ഞെടുത്തത് നമ്മുടെ ഒനീലിനെയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവാർഡ് പുറത്തിറങ്ങിയാൽ ഉടൻ ഒരു മഞ്ഞപ്പത്രം തുടങ്ങാൻ സാധ്യതയുള്ള വ്യക്തി. അതിലേക്ക് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് അക്ബറിനെയായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലുള്ള 13 പേർക്കും ഈ 17 അവാർഡുകളും ലഭിച്ചിരിക്കുകയാണ്. നല്ലൊരു BB അവാർഡ് ഷോ തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ നൂറയും അഭിലാഷും ഹോസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മുഴുവനും ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ഡേ ആയിരുന്നു. വലിയ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ബിഗ് ബോസിൻ്റെ BB അവാർഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.